മൊഴികൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇല്ലാത്തതിൻ്റെ ഭാഗമായി കേവലം ഒരു റിപ്പോർട്ടിൻ്റെ ജനറൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിനെതിരായി നടപടികൾ എടുക്കാൻ സ്വാഭാവികമായും നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. AK ബാലന്റെ ഈ പ്രസ്താവന ശരിയാണോ എന്നറിയാനാണ് സാംസ്കാരിക വകുപ്പിന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത്. കാരണം മുഖ്യമന്ത്രിക്കൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏറ്റുവാങ്ങിയ ആളാണ് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന AK ബാലൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പം സർക്കാരിന് മൊഴിപ്പകർപ്പുകൾ നൽകിയിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം. ഇതാണ് മറുപടി. മൊഴിപ്പകർപ്പുകൾ ഉണ്ട്. അപ്പോൾ AK ബാലൻ എന്തിന് ഇത് മറച്ചുവെച്ചു എന്നതാണ് പ്രധാന ചോദ്യം. ഇനി അന്ന് തന്നെ AK ബാലൻ നടത്തിയ മറ്റൊരു പ്രസ്താവനയും കേട്ടിട്ട് വരാം. ഒരു 400ഓളം പേജുകൾ പുറത്തു വരാത്ത മൊഴികളുണ്ട്. അതിൽ മൊഴികളുമുണ്ട്, രേഖകളുമുണ്ട്. അതൊന്നും കമ്മീഷൻ ഗവൺമെന്റിന് തന്നിട്ടില്ല, പുറത്തും വിട്ടിട്ടില്ല. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് ആധാരമായ എല്ലാ മൊഴിപ്പകർപ്പുകളും സർക്കാരിന്റെ കൈവശമുണ്ടോ എന്നതായിരുന്നു ചോദ്യം. അതിനും കൃത്യമായി മറുപടി കിട്ടിയിട്ടുണ്ട്. എല്ലാ കണ്ടെത്തലുകൾക്കും ആധാരമായ മൊഴിപ്പകർപ്പുകൾ സർക്കാരിന്റെ കൈവശമുണ്ട്. സത്യം ഇതായിരിക്കെ എന്തിനാണ് AK ബാലൻ ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പുറത്തു പറഞ്ഞത്? അതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നടപടികൾ ഉണ്ടാവാത്തതെന്ത് എന്ന ചോദ്യം ഹൈക്കോടതിയടക്കം ഉയർത്തിയ ഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഗുരുതരമായ ലൈംഗികാരോപണങ്ങളിൽ എന്തുകൊണ്ട് നടപടി വൈകി എന്നതായിരുന്നു പ്രധാന ചോദ്യം. അതിനുള്ള ഉത്തരവും ഇതിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യമായല്ല സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നത്. 2021 സർക്കാർ ഈ റിപ്പോർട്ട് കൈമാറിയിരുന്നു. അന്ന് എന്താണ് സംഭവിച്ചതെന്നത് ഈ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണ് അന്ന് സർക്കാർ DGPക്ക് നൽകിയത്. 2024 ഹൈക്കോടതി ഇടപെട്ടതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. റിപ്പോർട്ട് മാത്രമല്ല, അനുബന്ധ രേഖകളും പോലീസിന് മുന്നിലേക്കെത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഈ മൊഴിപ്പകർപ്പുകൾ കൈമാറാതിരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഹൈക്കോടതി ഉന്നയിച്ച ദുരൂഹത എന്ന വാദം ശക്തിപ്പെടുത്തുന്നത്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.